ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു കൂട്ടി ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ചെക്ക് റിപ്പബ്ലിക് ചൂസ് ചെയ്യണം മറ്റ് കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഒരു കൺട്രിയാണ്. അത് നമുക്കിപ്പോൾ ഇവിടേക്ക് വരാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഷെങ്കൻ വിസയാണ്. ഷെങ്കൻ വിസ പ്ലസ് യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യം കൂടിയാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൽ നമുക്ക് 28 രാജ്യങ്ങൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഈ ഒരു വിസ വെച്ച് തന്നെ. പിന്നെ നിങ്ങളിപ്പോൾ ലിവിങ് എക്സ്പെൻസ് ഫസ്റ്റ് എനിക്ക് പറയുകയാണെങ്കിൽ ലിവിങ് എക്സ്പെൻസ് ആണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ ലിവിങ് എക്സ്പെൻസ് മറ്റുള്ള കൺട്രീസിനെ വെച്ച് വളരെ കുറവാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വണ്ടി ടാക്സി ഓടിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ടാക്സി ഓടിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് ഊബർ അല്ലെങ്കിൽ ബോൾട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഓടിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയിൽ വളരെയധികം ഫോറിനേഴ്സ് കയറാറുണ്ട്. ഫോറിനേഴ്സ് കയറുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട് ഇവിടെ അതായത് ഇപ്പോൾ കാനഡ, അതേമാതിരി ജർമ്മനി, UK, പിന്നെ സ്വിറ്റ്സർലാൻഡ് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണെന്നാണ്. ഇപ്പോൾ നമ്മൾ പ്രാഗ് എന്ന് പറയുന്ന ചെക്കിൻ്റെ ക്യാപിറ്റലാണ്. ഇപ്പോൾ നമ്മൾ അവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മറ്റുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു റെൻ്റ് തന്നെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാഗിൽ നിന്ന് കുറച്ച് മാറിയിട്ട് റൂം എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് റൂമല്ല, അവിടെ നമുക്കൊരു വീട് തന്നെ എടുക്കാൻ പറ്റും. അറൗണ്ട് ഒരു ഫുൾ വീട് നമുക്ക് റെൻറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രാഗിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ചിലവിൽ എടുക്കാം. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു അക്കോമഡേഷൻ കിട്ടും. അതേമാതിരി നമുക്ക് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ആയാലും എല്ലാം വളരെ ചീപ്പാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാക്സി വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരു ഊബർ വിളിക്കുകയാണെങ്കിൽ മറ്റ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു ടാക്സി കിട്ടും. പിന്നെ എല്ലാ ആഴ്ചയിലും വളരെയധികം ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നൊരു സ്ഥലം തന്നെയാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് എന്ന് പറഞ്ഞ സ്ഥലം. മെയിനായിട്ട് ഇവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ബീർ കഴിക്കാൻ വേണ്ടി, ചെക്കിൽ ബീർ കഴിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി, പിന്നെ വീക്കെൻഡുകൾ ജസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ബാച്ചിലേഴ്സായിട്ട് വരുന്ന ടീമുകളുണ്ടാവും, അതേപോലെ തന്നെ ഫാമിലിയായിട്ട് വരുന്ന ടീമുകളുണ്ടാവും. വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്നൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ പ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെക്കിൻ്റെ ക്യാപിറ്റൽ. നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് നോക്കുന്ന ഒരാളാണ്. മറ്റ് കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറവാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ UK ഒരു 10 ലക്ഷം രൂപ വരുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്കൊരു 5 ലക്ഷം രൂപയുടെ ചിലവ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ആൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ നല്ല രീതിക്ക് എഡ്യൂക്കേഷനും, അതേപോലെ തന്നെ ഇവിടുത്തെ ക്രൈം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 വെച്ച് നോക്കുമ്പോൾ 0.92% മാത്രമാണ് ക്രൈം റേറ്റ് ഇവിടെ ഉള്ളൂ. അതേമാതിരി തന്നെ ഗ്രോത്ത്, ചെക്കിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഹൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ ചെക്ക് കറൻസിയാണ്. അപ്പോൾ നമ്മൾ യൂറോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 പോയിന്റ് സംതിങ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ടെസ്കോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു ആഴ്ചത്തേക്കുള്ള ഷോപ്പിംഗ് നമുക്ക് നടത്തിയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 20% നമ്മുടെ ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കും വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സ്, ഇവിടുത്തെ മിനിമം വേജസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സാധാരണ ജോലി അൺസ്കിൽഡ് ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് മിനിമം സാലറി എന്ന് പറഞ്ഞാൽ 20,000 ചെക്ക് റൗണ്ട്സിൻ്റെ അടുത്ത് വരും. 20,000 ചെക്ക് റൗണ്ട്സ് എന്ന് പറയുമ്പോൾ 72,000-75,000 രൂപ അടുത്ത് വരും. അതെന്ന് പറയുമ്പോൾ നമുക്ക് ടാക്സ് എന്ന് പറഞ്ഞാൽ പോകുന്നത് നമുക്ക് എത്രയാണ് 15% പോകുന്നത്. അതിൽ നിങ്ങൾക്കിപ്പോൾ 1 ലക്ഷം ചെക്ക് റൗണ്ട്സിൽ കൂടുതൽ സാലറി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് 23% ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ശതമാനം എന്ന് പറയുമ്പോൾ വലിയൊരു ശതമാനം നോക്കേണ്ട. കാരണം 23% ടാക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാണ്, കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അക്കോമഡേഷൻ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് കാണിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ ചെക്ക് ബീർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബീറാണ്. വളരെ ചീപ്പാണ്. വളരെ ചീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവിൽ നമുക്ക് ബീർ കിട്ടും. ഇപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, അതേപോലെ ജർമ്മനി, UK ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ എല്ലാ ആഴ്ചയിലും ഇവിടെ വളരെയധികം വരാറുണ്ട്. അപ്പോൾ ഇവർ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബീർ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ വരുന്നത്. മെയിനായിട്ട് ബാച്ചേഴ്സും കാര്യങ്ങളൊക്കെ. കാരണം വളരെ വിലക്കുറവിൽ നമുക്ക് ബീറും കാര്യങ്ങളൊക്കെ ഇട്ട് അടിച്ച് ചില്ല് ചെയ്ത് പോകാൻ പറ്റും. അതിപ്പോൾ നമുക്കൊരു ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ രീതിയിൽ അവർ വന്നു കഴിഞ്ഞാൽ അടിച്ച് കുളിച്ചിട്ട് 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അടിച്ച് കുളിച്ചാണ് പോകുന്നത്. കാരണം കൃത്യമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ടാക്സി ഓടുന്ന കാരണം എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഡീറ്റെയിൽസും കൃത്യമായിട്ട്, കാരണം എൻ്റെ വണ്ടിയിൽ 2 ആളുകൾ കയറുന്നതാണ് ഫോറിനേഴ്സ്. അപ്പോൾ അവരോട് ഞാൻ സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ ബീർ കുടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വരുന്നതാണ് പറഞ്ഞത്. പിന്നെ പാർട്ടിക്ക്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി വളരെയധികം ആളുകളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ വരാണെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്സ് ഒറ്റ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്.
ബിൽഡിങ്സ് ആയാലും പ്രാഗ് ഹിസ്റ്ററി, ചെക്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെയധികം റിച്ച് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് വിക്കിപീഡിയയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ഉള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനി, UK കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ മലയാളീസിനോട് കുറവാണ്. അതേമാതിരി ഇന്ത്യൻസ് വളരെ കുറവാണ്. ഇന്ത്യൻസൊക്കെ ഒരു 5 കൊല്ലം ആയിട്ടുള്ളൂ ഇങ്ങനെ കൂടി വരുന്നു. ഇപ്പോൾ അത്യാവശ്യം മലയാളീസ് ഉണ്ട്, പക്ഷേ എങ്കിലും മറ്റുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനി, UK കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം മലയാളീസ് കുറവാണ്. അതേമാതിരി ഇവിടുത്തെ ക്ലൈമറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്ക ഒരു യൂറോപ്പിൻ്റെ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. ഇവിടെ നമുക്ക് 6 മാസം തണുപ്പും 6 മാസം ചൂടുമാണ്. നമുക്കിവിടെ സ്നോ പെയ്യാറുണ്ട്, അതേപോലെ തന്നെ വെയിലും ഉണ്ട്, അതേപോലെ മഴയുണ്ട്, എല്ലാ ക്ലൈമറ്റും ഉണ്ട്. ഒരു അടിപൊളി ക്ലൈമറ്റും കൂടിയാണ് ഇവിടുത്തെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളിവിടെ ജോലി അന്വേഷിച്ച് വരാണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വരാണ്, നിങ്ങൾക്ക് ഇവിടെ പാർട്ട് ടൈം ജോലി, പ്രത്യേകിച്ച് പ്രാഗിലാണ് ഞാൻ പറയുന്നത്. പ്രാഗിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് മറ്റ് സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. അതായത് ബെർണോ, അതേപോലെ തന്നെ പ്രാഗിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ജോലി സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ വളരെയധികം ഫാക്ടറികളുണ്ട്. അതേമാതിരി തന്നെ നമുക്കിവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിത്തം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ലാംഗ്വേജ് നിങ്ങൾ ആ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി സാധ്യതയും അത്യാവശ്യം നല്ല രീതിക്കാനുണ്ട്. അത് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 20,000 ചെക്ക് റൗണ്ട്സ് മുതൽ സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഓവർ ടൈം കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മറ്റുള്ള കൺട്രീസിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ നമുക്ക് ഇത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടാവും ഒരു മാസത്തിൽ, ഒരാഴ്ചയിൽ. പക്ഷേ നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 90% സ്റ്റുഡൻസ് ആയാലും അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് വർക്ക് വിസയിലേക്ക് മാറാൻ പറ്റും, വർക്ക് വിസയിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ അതും കുറച്ചുകൂടി ഈസിയാണ് പേപ്പറും കാര്യങ്ങളൊക്കെ ആയാലും മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഫ്രണ്ട്സ്, അതേപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 കൊല്ലം നമ്മളിവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ PR അപേക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ 10 കൊല്ലം നമ്മളിവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ PR അപേക്ഷിക്കുന്നത് A2 ലെവൽ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ കറണ്ട് നിയമം അനുസരിച്ച്, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് A2 ലെവൽ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലാംഗ്വേജ് കോഴ്സ് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 ലെവൽ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് PR അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് ജോലി നോക്കാനായാലും എന്ത് കാര്യത്തിലായാലും. പിന്നെ ഇവിടെ നമ്മൾ ജോലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം എന്താ പറയുക ചാൻസ് കൂടുതലാണ് ജോലി കിട്ടാൻ വേണ്ടി ഇപ്പോൾ ലാംഗ്വേജ് അറിയാത്ത ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. ഈ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.